വെക്കേഷൻ ആയി കഴിഞ്ഞാൽ എല്ലാ ഫാമിലികളും ടൂർ പോകാറുണ്ട്. ആദ്യം പറയുന്നത് ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ. എന്നാൽ ഇവിടെയെല്ലാം ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും അധികം കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണം ബ്രോയിലർ ചിക്കൻസ്. എന്നാൽ അവിടെ പോരുകോഴി കിട്ടും, അവിടെ ഈ സണ്ടക്കോഴി എന്ന് പറയും തമിഴിൽ. പക്ഷെ അത് പാചകം ചെയ്യുന്നൊരു പ്രത്യേക രീതിയുണ്ട്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം, ഒന്ന് ശ്രമിച്ചു നോക്കൂ. ആദ്യം തന്നെ വലിയ പീസായി കട്ട് ചെയ്ത പോരുകോഴിയിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കറിവേപ്പിലേക്ക് ഇട്ട് ഒരു 2 മണിക്കൂർ വെച്ചിരിക്കുക. ശേഷം നമുക്ക് ആവശ്യമായ പച്ചമുളക്, ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ വൃത്തിയാക്കി അരിഞ്ഞ് ഒരു സൈഡിൽ വെച്ചിരിക്കുക. അതിനുശേഷം മിക്സിയൊന്നും ഉപയോഗിക്കാതെ ഇതുപോലെ നല്ലതുപോലെ ചതച്ചെടുക്കുക. എനിക്ക് ഇടികലില്ലാത്തതുകൊണ്ട് ഞാനൊരു മറ്റൊരു കിണ്ണി വെച്ചിട്ടാണ് ചതയ്ക്കുന്നത്. അതുപോലെ നല്ല വൃത്തിയാണ് ചതച്ച് അതെടുക്കുക. അതിനുശേഷം നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ഒന്ന് ചൂടാക്കുക. ഇത് ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിച്ച് പാത്രത്തിൽ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ അതിൻ്റെ സ്വിച്ച് ഇടാൻ പോവുകയാണ്. സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന ആ കിഴങ്ങ് ഉള്ളിയൊക്കെ അതിലേക്ക് തട്ടുക. നല്ലതുപോലെ മൂത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിക്ക് പിടിക്കും, അത് സൂക്ഷിക്കണം. അതിന് മൂത്ത് പരുവായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് മുളക് പൊടിയും ആവശ്യത്തിന് മല്ലിപ്പൊടിയും ഇട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് കാണാം അതിൽ ചെറിയ ചുമന്നുള്ളി നല്ല വലിയ പീസായി തന്നെ കിടക്കുന്നു. കാര്യം ചതഞ്ഞിട്ടേ ഉള്ളൂ, അത് അരിഞ്ഞതല്ല. അരിയാൻ പാടില്ല, അരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകുന്നതാണ്. അത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം വീണ്ടും അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച്, ഒരുപാടൊന്നും ഒഴിക്കാൻ പാടില്ല, കുറച്ച് ഒഴിച്ച് വീണ്ടും അതിനെ ഒന്ന് തിളപ്പിക്കുക. ചെറുതായിട്ടൊന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കുക. കണ്ടില്ലേ, നല്ലപോലെ തിളച്ച് വന്നിരിക്കുകയാണ്. തിളച്ച ഇതിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഈ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി മസാല തേച്ച് വെച്ചിരിക്കുന്ന മസാല, നമ്മൾ സാധാ ചിക്കൻ്റെ തേക്കുന്ന മസാല തന്നെ തേച്ച് വെച്ചിരിക്കുന്ന പോരുകോഴിയുടെ വലിയ വലിയ പീസുകൾ അതിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന്, മാക്സിമം മുങ്ങിക്കിടക്കാൻ പാകത്തിന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും അതിലേക്ക് തട്ടി അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. തിളച്ച് വരുന്ന മിശ്രിതത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അങ്ങനെ ചിക്കൻ്റെ എല്ലാ വശങ്ങളും അതിൽ നല്ല താഴ്ന്ന് കിടക്കാതെ വീണ്ടും നമ്മളൊന്ന് ഇളക്കി ചെറുതായി പൊങ്ങി നിൽക്കുന്ന എല്ലാ ഭാഗവും കുത്തിത്താത്ത് അതിനുശേഷം ഒരു അടപ്പെടുത്ത് നമ്മളത് ഭദ്രമായി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നേരം വെച്ചിരിക്കുക. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ വീണ്ടും ആ കറിക്ക് മുകളിലേക്കൊന്ന് കറക്കി ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ തിളപ്പിക്കുക. വീണ്ടും അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കറി സണ്ടക്കോഴി ഹങ്കാമ റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, കറി നല്ലപോലെ തിളച്ച് പരുവമായി. അല്പം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വറ്റിയതായി പരുവമാവും. ഇപ്പോൾ നമ്മുടെ സണ്ടക്കോഴി ഹങ്കാമ പരുവമായി കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് മറ്റൊരു ചൂട് പോകാത്ത പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം.
ഇത് ടൂർ പോകുന്ന എല്ലാവർക്കും വളരെ നിസ്സാരമായി ഒരു ഇൻഡക്ഷൻ കുക്കർ കൊണ്ടുപോവുകയോ 2-3 ലിറ്ററിൻ്റെ ചെറിയ ഗ്യാസ് കിട്ടിയോ ഒരു സ്റ്റീൽ പാത്രം 1-2 സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ എവിടെ ചെന്നാലും നമുക്കിത് ചെയ്ത് കഴിക്കാവുന്നതാണ്. നമ്മുടെ ഇത് പരിവായി കഴിഞ്ഞു. ഉരുളക്കിഴങ്ങെല്ലാം കണ്ടില്ലേ, എന്ത് ഭംഗിയുണ്ട് കാണാൻ. നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ എന്തിൻ്റെ കൂടെയും ഇത് ഉപയോഗിക്കാവുന്നൊരു കറിയാണ്. ഹങ്കാമ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതിൻ്റെ ബെല്ലൈക്കൺ കൂടെ അമർത്തിയേക്കണം. താങ്ക് യു.